വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. രാജ്യം ഉറ്റുനോക്കിയ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര നേട്ടം കൊയ്ത് ബിജെപി. യുപിയും ഉത്തരേടി പഞ്ചാബിലും ഗോവയിലും കോൺഗ്രസിന് നേട്ടം. മണിപ്പൂരിൽ ബിജെപിയും കോൺഗ്രസും ഒപ്പത്തിനൊപ്പം. 5 സംസ്ഥാനങ്ങളിലും നിഴലിച്ചത് ഭരണവിരുദ്ധ വികാരം. 300-ലധികം സീറ്റുകൾ നേടിയാണ് യുപിയിൽ 14 വർഷത്തിനു ശേഷം ബിജെപി ഭരണം പിടിച്ചത്. അഖിലേഷ് രാഹുൽ സഖ്യത്തിന് വൻ തിരിച്ചടി. മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് ഇപ്പോൾ പിന്നിലാണ്. വിവരങ്ങളുമായി സന്തോഷ് സാലിംഗ് ചേരുകയാണ്. സന്തോഷ്, അപ്രതീക്ഷിതമായിരുന്നു എന്ന് തന്നെ വിശേഷിപ്പിക്കാം. വലിയ രീതിയിലുള്ള ബിജെപി തരംഗം, യുപിയും ഉത്തരാഖണ്ഡും തൂത്തുവാരുന്ന ഒരു കാഴ്ച. എങ്ങനെ വേണം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്താൻ? ഒരു പൊതുചിത്രം. അഞ്ജു, രാവിലെ 8 മണിയോടുകൂടി ആരംഭിച്ച വോട്ടെണ്ണലിന്റെ ആദ്യ ഘട്ടം മുതൽ ഉത്തർപ്രദേശിൽ വ്യക്തമായ ലീഡ് നിലനിർത്തിയാണ് ബിജെപി മുന്നേറിയത്. കഴിഞ്ഞ ദിവസത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ, മറ്റു പ്രവചനങ്ങൾ എല്ലാം തള്ളിക്കളഞ്ഞ് അതിനേക്കാൾ ഉപരി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ ബിജെപി എത്തിയിരിക്കുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ബിജെപി മാറും എന്നാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രവചിക്കപ്പെട്ടിരുന്നത്. പക്ഷെ അപ്പോഴും ഭൂരിപക്ഷം നേടാനുള്ള അംഗസംഖ്യ ബിജെപിക്ക് തികയ്ക്കാനാകില്ല എന്നാണ് കരുതിയിരുന്നത്. കാരണം 403 നിയമസഭാ സീറ്റുകളിൽ ഭൂരിപക്ഷം, ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിന് 202 സീറ്റെങ്കിലും വേണം. ആ സ്ഥിതിയിലേക്ക് ബിജെപി എത്തില്ല എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ ആ കണക്കുകൂട്ടലുകളെല്ലാം ഇപ്പോൾ തെറ്റിയിരിക്കുന്നു. 305 സീറ്റിലാണ് ബിജെപി ഇപ്പോൾ വിജയം നേടിയിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയം മുമ്പാണെങ്കിലും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് ബിജെപി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവുമായി മുന്നേറി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തവണ, അതായത് 2012 ഇലക്ഷനിൽ വെറും 47 സീറ്റിലാണ് ബിജെപി ഒതുങ്ങിപ്പോയത്. അവിടെ നിന്നാണ് 257 സീറ്റെങ്കിലും കൂടുതൽ നേടി 305ലേക്ക് ബിജെപി എത്തിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ തുടക്കത്തിൽ ഉണ്ടാക്കിയ സഖ്യമായിരുന്നു സമാജ്വാദി കോൺഗ്രസ്, അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയുമായുള്ള സഖ്യം. ആ സഖ്യത്തിന് ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാനായില്ല എന്ന് വ്യക്തമായിരിക്കുന്നു. അതായത് വെറും 72 സീറ്റിലാണ് സഖ്യം ഒതുങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ സമാജ്വാദി ഒറ്റയ്ക്ക് 224 സീറ്റ് നേടിയിരുന്നു. കോൺഗ്രസ് ആകട്ടെ 28 സീറ്റും. അതിൽ നിന്നാണ് വെറും 72 സീറ്റിലേക്ക് ഇരുവരും ഒരുമിച്ച് മത്സരിച്ചപ്പോൾ എത്തിയിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള മറ്റൊരു വലിയ അടികൂടിയുണ്ട്. റായ്ബറേലിയും അമേഠിയിലും, അതായത് രാഹുൽ ഗാന്ധിയും അധ്യക്ഷ സോണിയാഗാന്ധിയും മത്സരിക്കുന്ന 2 മണ്ഡലങ്ങളിലും സമാജ്വാദിയും കോൺഗ്രസും രണ്ടായിട്ടാണ് മത്സരിച്ചത്. അവിടെ എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഏറെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് ഒരു BSPയുടെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. പക്ഷെ മായാവതി 100ഓളം സീറ്റ് മുസ്ലിങ്ങൾക്ക് നൽകി ജാതി മത സമവാക്യങ്ങൾ കണക്കിലെടുത്ത് കഴിഞ്ഞ 1 വർഷത്തെ പഠനത്തിന് ശേഷമാണ് അവർ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചത്. അവർക്കാകട്ടെ വെറും 20 സീറ്റുകളിലേക്ക് കാര്യങ്ങൾ ഒതുങ്ങേണ്ടി വന്നു. 2012 80 സീറ്റ് കിട്ടിയ BSP ആണ് ഇപ്പോൾ വെറും 20 സീറ്റിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങിയിരിക്കുന്നു. 60ഓളം സീറ്റ് കുറവായിട്ട് BSP എത്തിയിരിക്കുന്നു. ശരി, വ്യക്തമാണ്. എന്തായാലും 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം അതിന്റെ അന്ത്യഘട്ടത്തിലേക്ക് തന്നെ എത്തുകയാണ്. വലിയ മുന്നേറ്റം തന്നെ ബിജെപി നേടിയിരിക്കുന്നു. ഉത്തരാഖണ്ഡിലും യുപിയിലും ബിജെപി തൂത്തുവാരുന്ന ഒരു കാഴ്ച. 404 നിയമസഭാ മണ്ഡലങ്ങളിലെ 308 സീറ്റുകളും നേടിക്കൊണ്ട് 4-3 ഭൂരിപക്ഷത്തോടെ യുപി തൂത്തുവരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഒപ്പം യുപിയിൽ ഏതാണ്ട് 14 വർഷത്തിന് ശേഷം ബിജെപി അധികാരത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച. ചരിത്ര നേട്ടം തന്നെ എന്ന് വിശേഷിപ്പിക്കാം. ഉത്തരാഖണ്ഡും ബിജെപിയും നേടി. ഒപ്പം പഞ്ചാബിലും ഗോവയിലും കോൺഗ്രസിന് നേട്ടം ഉണ്ട്. മണിപ്പൂരിൽ ബിജെപിയും കോൺഗ്രസും ഒപ്പത്തിനൊപ്പം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ സന്തോഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സന്തോഷ്, എന്തായാലും വലിയ നേട്ടം ബിജെപി ഒരു ഭാഗത്ത് കൊയ്യുമ്പോൾ പഞ്ചാബിലും മണിപ്പൂരിലും നേരിയ ഒരു മുന്നേറ്റം കോൺഗ്രസിനുണ്ട്. ആശ്വസിക്കാനുള്ള വക കോൺഗ്രസിനുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കാമോ? അഞ്ജു, 5 സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ യുപിയിൽ ബിജെപിക്ക് വൻ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബിജെപി നിലവിൽ ഭരിക്കുന്ന അല്ലെങ്കിൽ ബിജെപിയോ സഖ്യകക്ഷികളോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരണം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത അതിലിപ്പോൾ പഞ്ചാബിൽ ചിത്രം വ്യക്തമായി കഴിഞ്ഞു. പഞ്ചാബിൽ ശിരോമണി അകാലിദൾ ബിജെപി സഖ്യത്തിന് ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ ഭരണം നഷ്ടപ്പെട്ട് കോൺഗ്രസ് വളരെ വ്യക്തമായ ആധിപത്യം ഇപ്പോൾ പഞ്ചാബിൽ നേടിയിരിക്കുകയാണ്. 117 സീറ്റിൽ 75
45 സീറ്റുകളിൽ, അതായത് കേവല ഭൂരിപക്ഷത്തിനും മുകളിൽ സീറ്റ് കോൺഗ്രസ് നേടിക്കഴിഞ്ഞിരിക്കുന്നു. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ മുൻനിർത്തിക്കൊണ്ടുള്ള കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വലിയ രീതിയിലുള്ള അംഗീകാരമാണ് പഞ്ചാബിലെ ജനങ്ങൾ നൽകിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം തന്നെ BJP നിലവിൽ ഭരിക്കുന്ന ഗോവയിൽ ഇപ്പോഴും തിരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമായി മുന്നോട്ട് പോകുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഗോവയിൽ നടക്കുന്നത്. എങ്കിൽ കൂടിയും ആദ്യഘട്ടം മുതൽക്ക് തന്നെ ഗോവയിൽ നേരിയ ഒരു മേധാവിത്വം കോൺഗ്രസിനുണ്ട്. ആ നേരിയ മേധാവിത്വം കോൺഗ്രസിന് ഇതുവരെയും നിലനിർത്താൻ സാധിച്ചിട്ടുമുണ്ട്. അത് തുടരുകയാണെങ്കിൽ നിലവിലെ ഒരു സാഹചര്യത്തിൽ 10 സീറ്റുകളിൽ കോൺഗ്രസും 8 സീറ്റുകളിൽ BJPയുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഈ ആദ്യഘട്ടം മുതൽക്കുള്ള ഗോവയിൽ കോൺഗ്രസിന് നിലനിർത്താൻ കഴിഞ്ഞ ഒരു ആധിപത്യം തുടർന്നും മുന്നോട്ട് പോകുകയാണെങ്കിൽ ഗോവയിലും BJPക്ക് ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ഗോവയിലെ BJP മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളതും BJPക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വ്യക്തമാണ്. സന്തോഷം രാജ്യം ഉറ്റുനോക്കിയ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര നേട്ടം തന്നെ കൊയ്തിരിക്കുകയാണ് BJP. UPയും ഉത്തരാഖണ്ഡും BJP നേടിയപ്പോൾ പഞ്ചാബും മണിപ്പൂരും കോൺഗ്രസ് നേടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഭക്തി നിർഭരമായി തലസ്ഥാന നഗരി. ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാൻ ജനലക്ഷങ്ങളാണ് തലസ്ഥാന നഗരിയിലെത്തിയത്. രാവിലെ 10:45 ക്ഷേത്രതന്ത്രി ശ്രീകോവിൽ നിന്നുള്ള ദീപം മേൽശാന്തിക്ക് കൈമാറി. 2:15 പൊങ്കാല നിവേദ്യം.